ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് വെൽക്കം ടു നിഖിൽ ലാലി ക്ലാസ് റൂംസ്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറാണ്. എൻജിനീയറിങ്ങിനായാലും MBA പഠിപ്പിക്കുന്നവർക്കായാലും BComകാർക്കായാലും BBAക്കാർക്കായാലും കുസാറ്റിലുള്ള MBAക്കാർക്ക് മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് ആൻഡ് ബിഹേവിയർ എന്ന പേപ്പറാണ് അതിൻ്റെ പേര്. നമ്മളെന്തായാലും പഠിക്കാം. ഇത് മാനേജിങ് എന്ന് വെച്ചാൽ എല്ലാ ആക്ടിവിറ്റി, ഹ്യൂമൻ റിസോഴ്സ് ആവാം, ഓപ്പറേഷൻ ആവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കൊന്ന് തുടങ്ങിയാലോ. വാട്ട് യു മീൻ ബൈ മാനേജിങ്? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഈസ് മാനേജിങ്. ഹ്യൂമൻ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റായ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കോർഡിനേറ്റ് ഇൻഡിവിജ്വൽ എഫേർട്സ് in groups to achieve aims. Society relies on group effort, and organized groups have now become large. Hence, managing has gained importance. It is the art of getting things done through people. മേരി പാർക്കർ ഫെലറ്റ് എഴുതിയ ഒരു ഡെഫിനിഷനാണ്. പിന്നെ അടുത്ത ജോർജ് ആർ ടെറി സാർ എഴുതിയ ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് പെർഫോംഡ് ടു ഡിറ്റർമൈൻ ആൻഡ് അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ബൈ ദ യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ്. ജോർജ് ആർ ടെറി സാറിൻ്റെ ഉണ്ട്. നമുക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടി മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഡെഫിനിഷനും എളുപ്പമാണ്. നമുക്കൊന്ന് തുടങ്ങിയാലോ. ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. Management involves coordinating and oversees the work activities of others so that their activities are completed and efficiently and effectively. എന്താണ് efficiently effectively എന്നുള്ളത് പറയുന്നതാണ്. We already known that coordinating and overseeing the work of others is what distinguishes a managerial position from a non-managerial one. However, this doesn't mean that managers can do what they want anytime, anywhere or in any way. അടുത്തതാണ്. Instead, management involves ensuring that work activities are completed efficiently and effectively by the people responsible for doing them, or at least that what managers aspire to do. Definition of management നമുക്ക് നോക്കാം. It is the process of designing and maintaining an environment in which individuals working together in groups efficiently accomplish selected aims. എന്താണ് മാനേജർ ഫങ്ഷൻ? പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ലീഡിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഇത്രയും 4 എണ്ണന്മാരെ നമ്മൾ അറിഞ്ഞിരിക്കണം മാനേജർ ഫങ്ഷൻ. ഈ എണ്ണനിൽ നമുക്ക് ഫസ്റ്റ് പ്ലാനിങ് എണ്ണനെയൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. നമുക്ക് നോക്കിയാലോ ഓരോ പോയിൻറ്റ്സ്. മാനേജർ ഫങ്ഷൻസ് പറഞ്ഞു. മാനേജ്മെൻറ്റ് അപ്ലൈസ് ടു എനി കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ. ഇറ്റ് അപ്ലൈസ് ടു മാനേജർ അറ്റ് ഓൾ ഓർഗനൈസേഷൻ. ഓരോ ലെവൽ അനുസരിച്ച്. The ultimate aim of all managers is the same: to create a surplus. Managing is concerned with productivity, which implies effectiveness and efficiency. Who is manager? ആരാണ് മാനേജർ? എന്താണ് മാനേജർ? A manager is someone who coordinates and oversees the work of other people so that the organization goals can be accomplished. ഒരു മാനേജറാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ഓരോരുത്തർക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. ദ മാനേജർ ജോബ് ഈസ് നോട്ട് അബൌട്ട് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്, ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് അതേഴ്സ് ടു ഡു ദെയർ വർക്ക്. ദാറ്റ് മേ മീൻ കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റൽ ഗ്രൂപ്പ്, ഓർ ഇറ്റ് മൈറ്റ് mean supervising a single person. It could involve coordinating the work activities of a team with people from different departments, or even people outside
the organization such as temporary employees or individuals who work for the organization suppliers. Managers you might know. മാനേജറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ ആരൊക്കെ? മുകേഷ് അംബാനി, പിന്നെ അദാനിയുണ്ട്, നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ, കേരള CM പിണറായി വിജയൻ. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ കേരളത്തിൻ്റെ KPCC പ്രസിഡൻറ്റും ഒരു മാനേജർക്ക് തുല്യമാണ്, K. സുധാകരൻ. അദ്ദേഹവും ഒരു മാനേജർ കപ്പാസിറ്റി, എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് ആ മിടുക്ക് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്ഥാനത്തെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന അതേപോലെ ഒരുപാട് പേർ. പിന്നെ അങ്ങനെ കുറേ പേർ. വാറൻ ബഫറ്റ്, ലാരി പേജ്, ബിൽ ഗേറ്റ്സ്, ടിം കുക്ക്. എവിടെയാണ് വേർ ഡു മാനേജേഴ്സ് വർക്ക് ഓർഗനൈസേഷൻസ്? എവിടെയാണ് നമുക്ക് നോക്കിയാലോ എവിടെ അവർക്ക് വർക്ക് ചെയ്യാം. മാനേജേഴ്സ് മാനേജ് ഓർഗനൈസേഷൻസ് മാനേജേഴ്സ് വേണം. വി ഡിഫൈൻ ആൻ ഓർഗനൈസേഷൻ ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു ക്രിയേറ്റ് എ സർപ്ലസ്. ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ ദിസ് സർപ്ലസ് ഈസ് ദ പ്രോഫിറ്റ്. In non-profit organizations such as charitable organizations, it may be the satisfaction of needs or providing additional services. Universities also create a surplus through the generation and dissemination knowledge as well as providing service to the community and society. മാനേജിങ് ജസ്റ്റ് യു മൈറ്റ് നോയിൽ ഞാൻ ഒരാളുടെ പേര് പറയാൻ വിട്ടുപോയി. മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റനാണ്. അദ്ദേഹം ടീമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തു. 2 ലോകകപ്പ് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടാണ്, അതും ഒരു മാനേജറിയൽ കപ്പാസിറ്റി വെച്ച് അദ്ദേഹം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു ഒരു ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി. അതും ഒരു എക്സാമ്പിളാണ്. അതേപോലെ രോഹിത് ശർമ്മ നല്ലൊരു ക്യാപ്റ്റനാണ്. മുംബൈ ഇന്ത്യൻസിന് കപ്പ് നേടിക്കൊടുത്തും അദ്ദേഹത്തിന് വേണം. അതേപോലെ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹം ഈ മാനേജേഴ്സിൽ വരുന്നതാണ്. ഞാൻ പറയാൻ വിട്ടുപോയത് ക്ഷമിക്കണം എല്ലാവരും, എഴുതണം നിങ്ങളെ എക്സാമ്പിൾസ്. പിന്നെ അടുത്ത എക്സാമ്പിൾ ഗൂഗിൾ കുറേ പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഗൂഗിൾ ഇങ്ങനെ കുറേ എക്സാമ്പിൾ ഗൂഗിളിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷൻ കണ്ടല്ലോ ഇങ്ങനെ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ: പീപ്പിൾ, ഡിസ്റ്റിങ് പർപ്പസ്, ഡെലിബറേറ്റ് സ്ട്രക്ചർ കണ്ടല്ലോ. ലെവൽസ് ഇൻ മാനേജ്മെൻറ്റ് നമുക്ക് നോക്കിയാലോ. നോൺ മാനേജ് എംപ്ലോയീസ് വരുന്നു. പിന്നെ അടുത്ത ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിക്കായിരുന്നു, മിഡിൽ മാനേജർ, പിന്നെ ടോപ്പിലേക്ക് പോകുന്നു. ടോപ്പ് മാനേജേഴ്സ് കണ്ടോ. കറണ്ട് ടീം കണ്ടോ. സുന്ദർ പിച്ച് ഗൂഗിളിൻ്റെ CEO ആണ്. അടുത്ത ഡേവിഡ് ഡ്രുമൺ, സീനിയർ വൈസ് പ്രസിഡൻറ്റ്, ചീഫ് ലീഗൽ ഓഫീസർ, ഗൂഗിൾ ടീമിൽ തന്നെ കാണുന്നു. ഇത്രയും പേർ. CEO നമുക്ക് നോക്കാം. CEOയുടെ ടോപ്പ് മാനേജേഴ്സിൽ വരുന്നത് CEO, കോർപ്പറേറ്റ് ഓഫ് ഗ്രൂപ്പ് ഹെഡ്, വൈസ് പ്രസിഡൻറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബിസിനസ് യൂണിറ്റ് ഹെഡ്, ജനറൽ മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ കുറേ പേര് വരുന്നു. ലാസ്റ്റ് സ്റ്റാഫ് ജോബ്സ് വരും. നോൺ മാനേജ് എംപ്ലോയീസ് വരുമ്പോൾ ലൈൻ ജോബ്സ്, അങ്ങനെ കുറേ പേര് ഫാക്ടറിയിലുള്ളവർ, അങ്ങനെ തൊഴിലാളികൾ വരും. നമുക്കൊന്ന് പോയിൻറ്റ്സ് നോക്കിയാലോ. വൈ ആർ മാനേജേഴ്സ് ഇമ്പോർട്ടൻറ്റ്? യൂണിവേഴ്സൽ നീഡ് നോക്കിയാലോ. ദ ഫസ്റ്റ് റീസൺ മാനേജേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് ഓർഗനൈസേഷൻസ് need their managerial skills and abilities more than ever in these uncertain, complex and chaotic times. As organizational deals with today's challenges, the worldwide economic climate, changing technology, ever increasing globalization and so forth, managers play an important role in identifying critical issues and crafting responses. They are critical to getting the things done. ഉണ്ട്. മാനേജേഴ്സ് ഡു മാറ്റർ ഓർഗനൈസേഷൻസ് ഉണ്ട്. നമുക്ക് എന്താണ് വാട്ട് ഡു മാനേജേഴ്സ് ഡു? ഫങ്ഷൻ അപ്രോച്ച് ഉണ്ട്, റോൾസ് അപ്രോച്ച് ഉണ്ട്, സ്കിൽസ് അപ്രോച്ച് ഉണ്ട്. എന്താണ് മാനേജ് ഫങ്ഷൻസിൻ്റെ നമുക്ക്
പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ലീഡിങ്, കൺട്രോളിങ്. നമുക്കൊന്ന് റിസോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വരയ്ക്കുക. റിസോഴ്സ് ഹ്യൂമൻ, ഫിനാൻഷ്യൽ, റോ മെറ്റീരിയൽ, ടെക്നോളജിക്കൽ, ഇൻഫർമേഷൻ. പ്ലാനിങ് എന്ന് ഓർഗനൈസിങ് കയറി, പിന്നെ ലീഡിങ് കയറി, കൺട്രോളിങ് കയറി, അങ്ങനെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് 4. പിന്നെ പെർഫോമൻസ് വരുമ്പോൾ അറ്റൈൻ ഗോൾസ്, പ്രോഡക്ട്സ്, സർവീസസ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ആരും മറക്കരുത് ഈ ഒരു കാര്യങ്ങൾ. പ്ലാൻ വരുമ്പോൾ ഐഡിയ, വിഷൻ, തിങ്ക്, ക്രിയേറ്റ് ഐഡിയാസ്, വിഷൻ, തിങ്ക്. ഇത് മറക്കരുത് ആരും. പ്ലാനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിഷൻ, മിഷൻ, ഗോൾസ്, സ്ട്രാറ്റജി, ആക്ഷൻ പ്ലാൻ. A manager's most essential task is to see that everyone understands the group mission and objectives and the methods to attain them. People must know what they are to accomplish. ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുകയാലോ പ്ലാനിങ്ങിൻ്റെ. എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലാനിങ് ഇൻവോൾവ്സ് സെലക്ടിങ് മിഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് deciding on the actions to achieve them, which requires decision making, that is choosing the right course of action among alternatives. Planning gets us from where we are to where we want to go. Planning and controlling are like Siamese twins. Plans furnish the standards of control. എന്താണ് ഓർഗനൈസിങ് നോക്കിയാലോ. ഓർഗനൈസിങ് എന്ന് വെച്ചാൽ ക്യാൻ ഗുഡ് പീപ്പിൾ മേക്ക് എനി ഓർഗനൈസേഷൻ വർക്ക്. ആൻഡ് ഓർഗനൈസ്ഡ് വർക്ക് പ്ലേസ് മേക്സ് ഗുഡ് പീപ്പിൾ മോർ എഫക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. ഓർഗനൈസേഷണൽ റോൾ, ഓർഗനൈസിങ് ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. Designing and maintaining these systems of roles is basically the managerial function of organizing. Organizing is identification, classification and grouping activities necessary to attain objectives, the assignment of each group to a manager with the authority necessary to supervise it, the provision for coordination and communication horizontally and vertically. അതാണ് ഒരു ഓർഗനൈസ് ചെയ്ത ആൾക്കാരെ എല്ലാം ഇരുത്തുക, അതിൽ വരും ഒരു അടുത്തതാണ് നമ്മുടെ സ്റ്റാഫിങ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ ഓർ കമ്പനി? റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റാഫിങ് മേ വെൽ ഡിറ്റർമൈൻ ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. Defined as filling and keeping filled positions in the organizational structure. It includes identifying the workforce requirements, inventorying people available, recruiting, selecting, placing and training, promoting, appraising and compensating. Examination points. Examination വരെ നടത്തും. ടെസ്റ്റിംഗ്. എങ്ങനെ നമുക്ക് ലീഡിങ് എന്ന് വെച്ചാൽ കമ്പനീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് എന്താണ് ലീഡിങ് നോക്കിയാലോ. ഈസ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് വൺ ആൻഡ് ദ സെയിം തിങ്? All other management function accomplish little if managers do not know how to lead people. Leading is the influencing people so that they will contribute to organizational and group goals. It has to do predominantly with the interpersonal aspect of managing. All managers would agree that their most important problems arise from people, their desires and attitudes, and their behavior as individual in the group. Hence, effective managers also need to be effective leaders. എഫക്റ്റീവായ ലീഡേഴ്സും വേണം, നേതാക്കളും വേണം. പിന്നെ കൺട്രോളിങ്.
കൺട്രോളിങ് എന്ന് വെച്ചാൽ ഒരെണ്ണം നമുക്കൊരു സ്ഥാപനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന. ഹൗ ഡു യു മേക്ക് ഷുവർ ദാറ്റ് പ്ലാൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ഗോൾസ് ആർ അച്ചീവ്ഡ്? പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ക്യാൻ be seen as the blade save of a pair of scissors. Controlling is the measurement and correction performance in order to make sure that enterprise objectives and the plans devised to attain them are being accomplished. Controlling involves establishing standards, measuring performance against these standards, correcting variations from standards and plans. എന്താണ് മാനേജർ റോൾ അപ്രോച്ച്? ഈ ഇൻ്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷണൽ റോൾസ്, ഡിസിഷൻ റോൾ നമുക്ക് നോക്കിയാലോ. എന്താണ് ഇൻ്റർപേഴ്സണൽ റോൾ? ദ ഫിഗർ ഹെഡ് റോൾ, ദ ലീഡർ റോൾ, ദ ലിയാസൺ റോൾ, ഇൻഫോർമേഷണൽ റോൾസ്, ദ റെസിപ്പിയൻ റോൾ, ദ ഡിസിമിനേറ്റർ റോൾ, ദ spokesperson role, decision role, the entrepreneurial role, the disturbance and role, the resource allocator role, negotiator role. എന്താണ് നമുക്കൊന്ന് നോക്കിയാലോ. ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർമേഷണൽ, ഇൻ്റർപേഴ്സണൽ, ഡിസിഷണൽ, റോൾ, മോണിറ്റർ, ഡിസിമിനേറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്താ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. കൺസെപ്റ്റുവൽ, ഹ്യൂമൻ സ്കിൽ, ടെക്നിക്കൽ സ്കിൽസ്. ഇത് മാനേജർ സ്കിൽസ് അപ്രോച്ച്. ഈ ഗ്രാഫ് എപ്പോഴും മനസ്സിലാക്കണം. ഫസ്റ്റ് ടോപ്പ് മാനേജർ, മിഡിൽ മാനേജർ, ലോവർ മാനേജേഴ്സ്. കൺസെപ്റ്റുവൽ സ്കിൽ, ഹ്യൂമൻ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ. കണ്ടല്ലോ, അങ്ങനെ തരമായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്താണ് ടോപ്പ് മാനേജർ, മിഡിൽ മാനേജർ, ഇങ്ങനെ വരച്ചിട്ടുണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. Perspective in management, science in management, science or art perspective, global perspective, innovative perspective, entrepreneurial perspective. Science or art perspective, management is science because of the several reasons, like it has universally accepted principles, it has cause and effect relationship, etc. And at the some time it is art because it requires perfection through practice and practical knowledge, creativity, personal skills. പിന്നെ കുറേ കാര്യങ്ങൾ ഒരുപാടുണ്ട് പഠിക്കാൻ. നമ്മൾ ഇതിനേക്കാളും കൂടുതൽ പഠിക്കുന്നത് നമ്മൾ ഇന്നാണ് ഈ പേപ്പർ തുടങ്ങിയത്. നല്ലൊരു പേപ്പറാണ്. എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റീവായൊരു പേപ്പറാണ്. ഇന്നോവേഷനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയതെല്ലാം കഴിഞ്ഞു. ഒരു എസ്സേ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത സയൻസ് or art perspective. Management is science because of several reasons, like it has universally accepted principle, it has cause effect relationship, etc. And at the same time is art because it requires perfection through practice and practical knowledge, creativity, personal skills. Management is both an art of a science. Management is both an art and a science. Management combines features of both science as well as art. It is considered as a science because it has an organized body of knowledge which contains certain universal truth. It is called an art because managing requires certain skills which are personal possessions of managers. Science provides the knowledge and deals with the application of knowledge and skills. കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി
നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട് ഇനി ഇതിൽ. ന്യൂ ഇറയൊക്കെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുടങ്ങിയാലോ ഒരെണ്ണം. കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ, ഞാൻ പറഞ്ഞു. നമുക്ക് ചലഞ്ചസ് ഇൻ മാനേജ്മെൻ്റ് ഒന്ന് നോക്കിയാലോ. ചലഞ്ചസ് ഇൻ ചേഞ്ച് ആൻഡ് ഇന്നോവേഷൻ, ചലഞ്ചസ് ഇൻ ഗ്ലോബലൈസേഷൻ, challenges in ethical and governance, challenges in technology, challenges in managing a diverse workplace, challenges in managing competition, challenges in managing customers, challenges in maintaining employee satisfaction, challenges in maintaining social responsibility, challenges in managing under economic pressure. നമ്മളത് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളെ ചെറിയൊരു ഇതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറാണ്. എന്താണ് ഇന്നോവേഷൻ? ഇന്നോവേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻഹാൻസ്മെൻറ്റ്, അഡാപ്റ്റേഷൻ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്, സർവീസ് ആൻഡ് പ്രോസസ്. ഇന്നോവേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് improving elements and business. It is necessary for succeeding today's competitive environment. It can be difference between success and failure. It is important for enterprises and societies. കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ മറ്റേ BBA-ക്കാരോടും ഒരു കാര്യം പറയാനുണ്ട്. കേസ് സ്റ്റഡി വെച്ചൊക്കെ ചോദിക്കും. ചില സ്ഥാപനങ്ങളുടെ ഇത് വെച്ചൊക്കെ, ഓർഗനൈസേഷൻ്റെ ഇത് ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിക്കും. കേസ് സ്റ്റഡിയുടെ ഇത് എഴുതാനായിട്ടായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോഴൊക്കെ. നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളോടത് ഞാൻ ശ്രദ്ധിക്കാൻ പറയാണ്. മിക്കവാറും ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ജസ്റ്റ് ടുഡേസ് ഫാസ്റ്റ് പ്രൊസീഡ് ഇൻ്റർനെറ്റ് ഡ്രൈവൻ ബിസിനസ് എൻവയോൺമെൻറ്റ് കോൾസ് ഫോർ മോർ ദാൻ ജസ്റ്റ് എ പെർസ്പെക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. Highly effective managers needs to see things based on how their company functions in the big picture of new global economy. അതാണ് ഒന്ന് പറഞ്ഞേക്കുന്നത്. മാക്സിമം നമ്മൾ കടന്നു കഴിഞ്ഞു, ഏകദേശം മാനേജ്മെൻറ്റിനകത്ത് കയറി കഴിഞ്ഞു. സ്കിൽസ് അപ്രോച്ചും പറഞ്ഞു. നമ്മളൊരു എസ്സേ കഴിഞ്ഞു. ഇനി അടുത്തത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് വരുമ്പോൾ ദ ഓർഗനൈസേഷൻ, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റീവ് പബ്ലിക്, എക്കണോമിക്, ഗ്ലോബൽ, അങ്ങനെ കുറേ ഈ ഒരു ഡയഗ്രാം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് വരച്ച് പഠിക്കണം എല്ലാവരും. നിങ്ങളുടെയൊക്കെ രക്ഷയ്ക്ക് ഞാൻ പറയുകയാണ്. മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എൻവയോൺമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വരച്ച് എല്ലാവരും മൈക്രോയിൽ വരുമ്പോൾ സപ്ലയേഴ്സ് വരും, കസ്റ്റമേഴ്സ് വരും, കോമ്പറ്റീറ്റേഴ്സ് വരും, പബ്ലിക് പ്രഷർ ഗ്രൂപ്പ്സ് വരും. മാക്രോ വരുമ്പോൾ എക്കണോമിക്, ഗ്ലോബൽ, എത്തിക്കൽ, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, ടെക്നോളജിക്കൽ, ഡെമോഗ്രാഫിക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇത് തീർന്നു. അങ്ങനെ ഈ ഒരു ഇത് തീർന്നു. ഇതോടുകൂടി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇത് തീർക്കാൻ പറ്റി. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മൊഡ്യൂളിൽ ഫസ്റ്റ് ഇത് തുടങ്ങി. നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഉള്ള ബുക്കിൻ്റെ ഇത് ഞാൻ കാണിക്കുന്നതുമാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.